നമ്മളൊക്കെ ഒരു ഓട്ടത്തിലല്ലേ, ജോലിയും ജീവിതവും ഒക്കെ ആയിട്ട്. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഓട്ടം നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോണതെന്ന്? വിജയത്തിലേക്കാണോ അതോ വെറും ക്ഷീണത്തിലേക്കോ? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ളൊരു പുതിയ ഐഡിയയെ പറ്റിയാണ്. ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി. അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സന്തോഷം കണ്ടെത്താനുള്ളൊരു വഴി. എന്തായാലും നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കാം. ഈ ചോദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായി അറിയാമായിരിക്കുമല്ലേ? രാവിലെ കണ്ണു തുറക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താ? ഇന്ന് ചെയ്തു തീർക്കാനുള്ള ടാസ്കുകളുടെ ഒരു വലിയ ലിസ്റ്റ്. ഫോൺ കയ്യിലെടുത്താലോ, നോട്ടിഫിക്കേഷനുകളുടെ ഒരു പ്രളയം, മെസ്സേജുകൾ, റിമൈൻഡറുകൾ. ശരിക്കും പറഞ്ഞാൽ ദിവസം തുടങ്ങുന്നതിന് മുൻപേ നമ്മുടെ മനസ്സ് ഒരു മാരതൺ ഓട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കും. എന്തിനാ നമ്മളിങ്ങനെ ഓടുന്നത്? എങ്ങോട്ടാ ഈ ഓട്ടം? സത്യം എന്താന്ന് വെച്ചാല് നമ്മളെല്ലാം തളർന്നിരിക്കുകയാണ്. പക്ഷെ ഒന്ന് നിർത്തി ചിന്തിച്ചാൽ മനസ്സിലാവും, ഈ ക്ഷീണം നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ടല്ല. അല്ല, അതിനേക്കാൾ ഉപരി ജോലിയോടുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ്. ജോലി ഒരു ശിക്ഷ പോലെ അല്ലെങ്കിൽ തീർത്തേ പറ്റൂ എന്നുള്ളൊരു ഭാരം പോലെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ എനർജി മുഴുവൻ അതങ്ങ് വലിച്ചെടുക്കും. അപ്പൊ യഥാർത്ഥ ക്ഷീണം വരുന്നത് ഈ ഒരു ചിന്തയിൽ നിന്നാണ്, ജോലിയുടെ അളവിൽ നിന്നല്ല. അപ്പോ എന്താണ് ഈ നിർത്താതെയുള്ള ഓട്ടത്തിന്റെ യഥാർത്ഥ പ്രശ്നം? എവിടെയാണ് നമുക്ക് പിഴക്കുന്നത്? നമുക്കൊന്നുകൂടി ആഴത്തിലേക്ക് പോയി നോക്കാം. ഇതാണ് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. ആ ഒരു ചിന്തയില്ലേ, ഇപ്പൊ കഷ്ടപ്പെടാം പിന്നെ സന്തോഷിക്കാന്ന്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് ആ പിന്നെ എന്നൊരു ദിവസം ഒരിക്കലും വരുന്നില്ല. ഒരു ടാസ്ക് കഴിയുമ്പോഴേക്കും അടുത്തത് റെഡിയാണ്. ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ അടുത്ത ഗോളും നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മളെ സന്തോഷത്തെ ഇങ്ങനെ നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ നാളെ മാത്രം എത്തുന്നില്ല. നമ്മുടെ ഒരു സമൂഹം തന്നെ ഒരാളെ അളക്കുന്നതെങ്ങനെയാ? അയാൾ എത്ര കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്ന് നോക്കിയാണ്. അല്ലാതെ അയാൾ എത്രത്തോളം സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ആരും ചോദിക്കാറ് പോലുമില്ല. ഈയൊരു കാഴ്ചപ്പാട് കാരണം നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു വിജയിയായിരിക്കും, പക്ഷേ ഉള്ളിൽ ഒരുപക്ഷെ തകർന്നിട്ടുണ്ടാവും. ജോലിയുണ്ട്, പൈസയുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത. ആ ഒരു ഫീലിംഗ് നമ്മളെ അകത്ത് നിന്ന് പതുക്കെ ഇല്ലാതാക്കും. അപ്പോ ഈ ഒരു ശൂന്യതയിൽ നിന്ന് പുറത്തുവരാൻ ഒരു വഴിയുണ്ട്. അതിനെയാണ് നമ്മൾ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണിത് സംഭവം? നമുക്കൊന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്ന ഒരു കലയാണ്. ഇത് വെറുതെ പറയുന്ന ഒരു മോട്ടിവേഷണൽ വാക്കൊന്നുമല്ല. ശരിക്കും ജോലി ചെയ്യുമ്പോൾ നമുക്ക് നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നത് ഒരു ലക്ഷറി അല്ല, അത്യാവശ്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ലോങ് ടേമിൽ വിജയിക്കണമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സന്തോഷത്തോടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എനർജി പോവുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ ആ ബേൺ ഔട്ട് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കും. കുറേ കാലം ഒരേപോലെ നന്നായി പെർഫോം ചെയ്യാൻ സഹായിക്കും. അതായത് സന്തോഷം എന്ന് പറയുന്നത് ലക്ഷ്യത്തിന്റെ അവസാനമല്ല, അത് ലക്ഷ്യത്തിലേക്കുള്ള വഴി തന്നെയാണ്. ഈ ഒരു താരതമ്യം ഒന്ന് നോക്കിക്കേ. നമ്മുടെ പഴയ രീതി, അതായത് ട്രഡീഷണൽ പ്രൊഡക്ടിവിറ്റി, നമ്മളെ ഒരു മെഷീനായിട്ടാണ് കാണുന്നത്. കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുക, അത്രയുള്ളൂ. പക്ഷേ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിയോ, അത് നമ്മളെ മനുഷ്യരായി കാണുന്നു. അവിടെ ലക്ഷ്യം കൂടുതൽ ഔട്ട്പുട്ടല്ല, മറിച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അതായത് നിലനിൽക്കുന്ന ഔട്ട്പുട്ടാണ്. അവിടെ സന്തോഷം ഒരു ഡെസ്റ്റിനേഷൻ അല്ല, ആ യാത്ര തന്നെയാണ് സന്തോഷം. ഈ ഒരു ചിന്തയിലെ മാറ്റമുണ്ടല്ലോ, അത് ഭയങ്കര പ്രധാനമാണ്. ഇപ്പോ ചിലർക്കൊരു സംശയം തോന്നും, സന്തോഷത്തോടെ ജോലി ചെയ്യുക എന്ന് വച്ചാൽ പിന്നെ പണിയെടുക്കാതെ ഉഴപ്പുക എന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെ നമ്മൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പരിശ്രമത്തിന്റെ കൂടെയും മനസ്സിന് ഒരു സെൽഫ് കെയർ, ഒരു കരുതൽ കൂടി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ജോലി നമ്മളെ തളർത്തുന്നതിന് പകരം നമുക്ക് കൂടുതൽ കരുത്ത് തരും. അപ്പോ ഈ പുതിയ വഴിയിലേക്ക് നമുക്ക് എങ്ങനെയാ പോകാൻ പറ്റുക? അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ചിന്തകളെ മാറ്റുന്നതിലൂടെ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ശബ്ദമില്ലേ, എപ്പോഴും നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. ഇതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റിയില്ലേ, നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഒരു മാറ്റവുമില്ല എന്നൊക്കെ പറയുന്ന ഒരാള്. ഈ ഇന്നർ ക്രിറ്റിക് അല്ലെങ്കിൽ ഉള്ളിലെ വിമർശകന്റെ ശബ്ദമാണ് ശരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്, ജോലിയുടെ ഭാരത്തേക്കാൾ കൂടുതൽ. പക്ഷെ ഒരു നല്ല കാര്യമുണ്ട്, ഈ ശബ്ദത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ വിമർശകനെ നമുക്കൊരു സുഹൃത്താക്കി മാറ്റാം. അയ്യോ, ഇന്നൊന്നും തീർന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്നതിന് പകരം സ്വയം ഇങ്ങനെ പറഞ്ഞു നോക്കൂ, ഇന്ന് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് മതി. ഈ ഒരു ചെറിയ മാറ്റം, അത് നമ്മുടെ കോൺഫിഡൻസിലുണ്ടാക്കുന്ന വ്യത്യാസം വളരെ വലുതായിരിക്കും. ഇനി പറയാൻ പോകുന്നതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം.
അതായത് നിങ്ങളുടെ മൂല്യം നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ റിസൾട്ടുമായി ഒരിക്കലും കൂട്ടിക്കെട്ടരുത്. ഒരു ദിവസം ഔട്ട്പുട്ട് കുറഞ്ഞെന്ന് വെച്ച് നിങ്ങളുടെ വിലയൊന്നും കുറയുന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചില്ലേ, അതുതന്നെ ഒരു വിജയമാണ്. ആ ശ്രമത്തെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കണം. റിസൾട്ടൊക്കെ വരും പോകും, പക്ഷെ നമ്മുടെ ശ്രമത്തിനാണ് യഥാർത്ഥത്തിൽ വില. ഓക്കേ, ഇപ്പൊ നമ്മള് ഈ ചിന്തകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികാക്കാം? അതിന് കുറച്ച് സിമ്പിൾ വഴികളുണ്ട്, നമുക്ക് നോക്കാം. അപ്പോ ഈ പറഞ്ഞ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ 4 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത്, ഒരു സമയം ഒരു കാര്യം മാത്രം ചെയ്യുക. നമ്മുടെ ടു ഡു ലിസ്റ്റ് കാണുമ്പോഴേ ചിലപ്പോൾ ഒരു പേടി തോന്നും, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനു പകരം ആ ലിസ്റ്റിലെ അടുത്ത ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത് കഴിയുമ്പോൾ അടുത്തത്. അതായത് വലിയൊരു മല കയറുന്നതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കാതെ അടുത്ത ഒരൊറ്റ സ്റ്റെപ്പ് മാത്രം മുന്നോട്ട് വെക്കുക. രണ്ടാമത്തേത്, ചെറിയ വിജയങ്ങളെ അംഗീകരിക്കുക. അതായത് ഒരു ഇമെയിൽ അയച്ചതോ ഒരു മീറ്റിംഗ് കഴിഞ്ഞതോ എന്തിനധികം ഒരു പേജ് വായിച്ചതോ അങ്ങനെ എന്തുമാകട്ടെ, ഓരോ ചെറിയ സ്റ്റെപ്പിലും സ്വയം ഒന്ന് അഭിനന്ദിക്കുക. ഹോ, ഇത് ഞാൻ ചെയ്തു എന്ന ചെറിയ സന്തോഷം നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന വലിയൊരു എനർജിയാണ്. മൂന്നാമത്തെ പോയിന്റ്, ശ്രദ്ധ മാറുമ്പോൾ അതിനെ സൗമ്യമായി തിരികെ കൊണ്ടുവരിക. നമ്മൾ ജോലി ചെയ്യുമ്പോൾ മനസ്സ് പലയിടത്തേക്കും പോകും, അത് നോർമലാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എനിക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് സ്വയം വഴക്കു പറയാതെ ഒരു കൊച്ചുകുട്ടിയെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്ന പോലെ നമ്മുടെ ശ്രദ്ധയെ പതുക്കെ ജോലിയിലേക്ക് കൊണ്ടുവരിക. ഇനി നാലാമത്തേത്, പെർഫെക്ഷൻ വിട്ട് പ്രോഗ്രസിൽ ഫോക്കസ് ചെയ്യുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യാവൂ എന്ന വാശി കാരണം പലപ്പോഴും നമ്മളൊന്നും തുടങ്ങുക പോലുമില്ല. ഒരു കാര്യം ഓർക്കുക, 100% പെർഫെക്റ്റ് ആവാൻ കാത്തിരുന്ന് 0% ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു 50%എങ്കിലും ചെയ്തു തീർക്കുന്നത്. പുരോഗതി, അതാണ് പ്രധാനം, പൂർണ്ണതയല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചിത്രത്തിലേക്ക് നോക്കാം. അതായത് നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ വിശ്രമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും. ഈ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റിക്ക് ഒരു വലിയ ശത്രുവുണ്ട്. അതാണ് ഈ കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതെന്താ? മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ് റീലാണ്, അവരുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രം. എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ സാധാരണ ഒരു ദിവസവുമായിട്ട് താരതമ്യം ചെയ്യും. അപ്പൊ സ്വാഭാവികമായും നമ്മൾ പിന്നിലാണെന്ന് തോന്നും. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ഓരോരുത്തരുടെയും യാത്ര ഓരോന്നാണ്. നിങ്ങളുടെ വേഗത നിങ്ങളുടേത് മാത്രമാണ്. അതിൽ മറ്റൊരാളുമായി ഒരു മത്സരവുമില്ല. വിശ്രമത്തെക്കുറിച്ച് നമുക്കുള്ള ചില ധാരണകൾ മാറ്റേണ്ട സമയമായി. റെസ്റ്റ് എടുക്കുന്നത് പ്രൊഡക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റ് അല്ല, അതതിന്റെ ഒരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഒന്ന് ഓർത്തു നോക്കൂ, വിശ്രമം എന്ന് പറഞ്ഞാൽ മടിയല്ല, അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റീചാർജ് കൊടുക്കുന്ന പോലെയാണ്. നല്ല ഫോക്കസോടെ ജോലി ചെയ്യണമെങ്കിൽ ഈ റീചാർജ് കൂടിയേ തീരൂ. അത് നമ്മുടെ ലിമിറ്റ്സിനെ നമ്മൾ തന്നെ ബഹുമാനിക്കുന്ന ഒരു രീതി കൂടിയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ വിശ്രമം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഏൺ ചെയ്യേണ്ട ഒന്നല്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ട് മാത്രം നമുക്കത് ആവശ്യമാണ്. അതിന് നമുക്ക് അവകാശവുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു പെർമിഷൻ കൊടുക്കണം. നിങ്ങളുടെ സ്വന്തം സ്പീഡിൽ പോകാനുള്ള ഒരു പെർമിഷൻ, ആവശ്യമുള്ളപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള പെർമിഷൻ, എല്ലാറ്റിനുമുപരി ഒരു സാധാരണ മനുഷ്യനായിരിക്കാനുള്ള പെർമിഷൻ. മറ്റുള്ളവരുടെ ഓട്ടം കണ്ട് കൂടെ ഓടാതെ നിങ്ങളുടെ മനസ്സെന്തു പറയുന്നു, ശരീരം എന്തു പറയുന്നു എന്ന് കേൾക്കുക. അവസാനമായി ഈ ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. വിജയത്തിനപ്പുറം ഒരു ജീവിതമില്ലേ? നമ്മൾ ആ ജീവിതം ജീവിക്കുന്നുണ്ടോ? ഈ ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കുള്ള ഒരു ട്രെൻഡൊന്നുമല്ല, ഇതൊരു ജീവിത രീതിയാണ്. സന്തോഷത്തെ നമ്മുടെ യാത്രയുടെ ഭാഗമാക്കുമ്പോൾ നമ്മുടെ ജോലിയും ജീവിതവുമെല്ലാം കൂടുതൽ അർത്ഥമുള്ളതാവും, നിലനിൽക്കുന്നതാവും. ഇത് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കും, ജോലി ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ ജീവിതം മുഴുവൻ ജോലിയല്ല. ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ.